അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസിൻ ബിറല്ലാഹ്. ഈ മഹത്തായ സംരംഭത്തിൻ്റെ ചെയർമാൻ, ഈ പ്രൗഢമായ സദസ്സിൻ്റെ അധ്യക്ഷൻ, SKSSFിൻ്റെ അമരക്കാരൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവരുകളെ, ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായ ഉലമാക്കളെ, ഉമറാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, ഇവിടെ പറഞ്ഞതുപോലെ വളരെ ശ്ലാഘനീയവും മാതൃകാപരവുമായ ഒരു പദ്ധതി ഈ പാതയോരത്ത് കണ്ണായ സ്ഥലത്ത് സ്ഥാപിതമാവുകയാണ്. നന്മകൾ മാത്രം ചെയ്തു പതിഞ്ഞ കരങ്ങളുടെ ഉടമ, മുസ്ലിം കേരളത്തിന്റെ നായകൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഏതാനും സമയങ്ങൾക്കകം ഇതിന് തുടക്കം കുറിക്കുകയാണ്. അഭിവന്ദരായ ഇതുപോലെയുള്ള നിരവധി പദ്ധതികളുടെ ദൈക്ഷണിക നേതൃത്വത്തിന്റെ ഉടമയായ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ പറഞ്ഞതുപോലെ, ഈ സംരംഭത്തിന്റെ തുടക്കക്കാരാണ് നിങ്ങളൊക്കെ. ഓമശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളുടെ കവാടമായ ഈ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് SKSSF തുടങ്ങി വെച്ച സഹചാരി സെന്ററും അനുബന്ധ സംവിധാനങ്ങളും കാലം തേടുന്ന മനുഷ്യ സമൂഹത്തിന്റെ സങ്കീർണമായ വിഷയങ്ങൾക്കുള്ള പരിഹാരമാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയത് ഫലഖ് തഹമൽ അഖബ വമാ അദറാകമൽ അഖബ ഫഖു റഖബ ഇത്ആമു ഫി യൗമിൻ ദി മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്റബ എന്നാണ്. മനുഷ്യൻ അതിജയിക്കേണ്ട ഒരു കടമ്പയുണ്ട്. ആ കടമ്പ എന്ന് പറയുന്നത് ഫഖു റഖബ, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന, ജീവിതം ഭാരമായി അത് അടിമത്തത്തിൽ ദുഃഖത്തിൽ അനുഭവിക്കുന്ന അടിമകൾ അഥവാ പാവങ്ങൾക്ക് മോചനം നൽകലാണ്. അല്ലാതെ നമ്മൾ സാമ്പ്രദായികമായി പഠിച്ചു വന്ന അടിമത്ത സമ്പ്രദായം ഇന്ന് ലോകത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ മനുഷ്യന് അടിമകളാണ്. രോഗത്തിന്റെ അടിമകൾ, പട്ടിണിയുടെ അടിമകൾ, വിഷമത്തിന്റെ അടിമകൾ തുടങ്ങി ധാരാളം നൊമ്പരങ്ങളുടെയും പ്രയാസത്തിന്റെയും അടിമകളുടെ അടിമത്വത്തെ മോചിപ്പിച്ച് അവർക്ക് ഭാരമിറക്കി വെക്കാൻ അത്താണി കെട്ടിപ്പുക്കലാണെന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ഈ സഹചാരി സെന്റർ ഇവിടെ സ്ഥാപിതമാകുമ്പോൾ അതുവഴി നമ്മുടെ SKSSF അനുബന്ധ സംവിധാനങ്ങൾ ലക്ഷ്യമിടുന്നത് മനുഷ്യനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കുള്ള പരിഹാരമാണ്. ഈ വേദി തന്നെ വളരെ പ്രൗഢവും ലളിതവും സന്തോഷം നൽകുന്നതുമാണ്. ഈ സമയത്ത് നമ്മളൊക്കെ ഒത്തുചേർന്നത് ഈ സംരംഭത്തോടുള്ള നമ്മുടെ പ്രതീക്ഷയുടെയും വിശ്വാസത്തിന്റെയും ഭാഗമായിട്ടാണ്. ഈ മഹാമാരിയുടെ കെടുതിക്കിടയിലും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം ഒത്തുചേർന്നത്. ഇതിന്റെ കീഴിൽ ആത്മാർത്ഥമായി അധ്വാനിക്കുന്ന SKSSFിന്റെ പ്രവർത്തകന്മാർ, അവരുടെ പ്രവർത്തനത്തിന്റെ ചടുലതയുടെ, വിശ്വാസപൂർവ്വം നടത്തുന്ന പ്രവർത്തനങ്ങളുടെ വിജയമാണ് ഈ നല്ല സ്ഥലം നമുക്ക് ലഭിക്കുന്നത്. നല്ല വില കൊടുത്തുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന്റെ ഉടമ നമ്മോട് സഹകരിച്ച്, ഇതിന്റെ സംഘാടകരോട് ആത്മാർത്ഥമായി സഹായിച്ചും സഹകരിച്ചുമാണ് നമുക്കിത് അല്പം ബാധ്യതയുണ്ടെങ്കിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഇന്നത്തെ മനുഷ്യൻ എത്രമേൽ അവൻ സാങ്കേതികതയുടെ ഉത്തുംഗതയിൽ കയറി നിന്നാലും അവൻ നിസ്സഹായനാണെന്നാണ് ഈ കോവിഡ് നമ്മെ ബോധ്യപ്പെടുത്തിയത്. ഇതൊരു മഹാമാരി എന്ന് നമ്മൾ പറയുമ്പോഴും അത് സാമ്രാജ്യത്വത്തിന്റെ ഉൽപ്പന്നമാണെന്നും മഹാമാരി അല്ല എന്ന് പറയുന്നവരുണ്ട്. അരുന്ധതി റോയ് എഴുതിയത് അങ്ങനെ ഒരു രോഗം പോലും ഇല്ല എന്നാണ്. അതും ശരിയാണോ എന്ന് തോന്നുന്ന ചിലതൊക്കെ നമ്മളെ കൺവെട്ടുണ്ട് താനും. പക്ഷെ മനുഷ്യൻ ഇതിന്റെ മുന്നിൽ പകച്ചു പോവുകയാണ്. മനുഷ്യൻ ബലഹീനാണെന്ന് ഖുർആൻ പഠിപ്പിച്ച പോലെ ഇത്രമേൽ ആധിപത്യം സ്ഥാപിച്ച മനുഷ്യർ വളരെ പെട്ടെന്ന് ചെറുതായി പോവുകയും ലോകത്ത് ഏതൊക്കെ രീതിയിൽ സംരംഭങ്ങൾ സംഘടിപ്പിച്ചാലും ശുദ്ധീകരിക്കാൻ കഴിയാത്ത ലോകത്തെ അതിന്റെ പ്രകൃതിയിലേക്ക് തെളിച്ചു കൊണ്ടുപോവാൻ ഇതിന് സാധിച്ചു. കോഴിക്കോട്ടെ കനാലി കനാൽ പോലും നാം എത്ര അധ്വാനിച്ചിട്ടും വൃത്തിയാവാത്ത ആ കനാൽ തെളിമയാർന്ന വെള്ളം ഒലിച്ച് പരൽമീനുകൾ നീതിത്തുടിക്കുന്ന നമ്മൾ കാണുകയുണ്ടായി. ഡൽഹി അതിന്റെ പുകപടലങ്ങൾ വലിയ വിഷം സൃഷ്ടിച്ചെങ്കിൽ ഡൽഹി ശുദ്ധമായി. അങ്ങനെ മനുഷ്യൻ
അവനുണ്ടാക്കിയ മാലിന്യങ്ങളെ മനുഷ്യനെ മൂലക്കിരുത്തിയിട്ട് അള്ളാഹു ശുദ്ധീകരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ സംരംഭം നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. SKSF സംസ്ഥാന തലത്തിൽ തന്നെ സഹചാരി സംവിധാനങ്ങൾ വിപുലമായി നടത്തി വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു മേഖലാ തലത്തിൽ ഇത്ര വിപുലമായി നമ്മൾ ആലോചിച്ച് ഈ പ്രദേശം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മലയോര പ്രദേശത്തിന്റെ കവാടമാണ്. ധാരാളം സാധുക്കൾ താമസിക്കുന്ന, അതുപോലെ ഗതാഗത യോഗ്യമല്ലാത്ത പ്രദേശങ്ങൾ പോലും എമ്പാടുമുള്ള ഈ നാട്ടിൽ മതം നോക്കാതെ മനുഷ്യനെ മാത്രം കേന്ദ്രീകരിക്കുന്ന പദ്ധതിയാണ് സഹചാരി എന്ന് പറയുന്നത്. കുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് എന്ന് പഠിപ്പിച്ച ജനങ്ങളുടെ നാഥനെ, ജനങ്ങളുടെ ജഗന്നിയാന്താവായ തമ്പുരാനെ പരിചയപ്പെടുത്തിയ ജനകീയമായ ഒരാശയത്തെ നമുക്ക് സമർപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ ജനകീയ സംരംഭമാണ് ഈ സഹചാരി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ലോകത്ത് ബഹുസ്വര സമൂഹത്തിൽ പാരസ്പര്യത്തോട് ചേർന്ന് തിരിച്ചു പിടിക്കേണ്ട നമ്മുടെ നാടിന്റെ നന്മയിലെ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മുടെ പ്രദേശങ്ങളിൽ ഇന്നലെ കഴിഞ്ഞുപോയ PC ഉസ്താദിനെ പോലെയുള്ള മഹാരഥന്മാർ അവർ ജീവിച്ചു കാട്ടിയ പാന്താവാണ്. ഈ പാന്താവ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.